നമ്മുടെ നേപ്പാളിൽ വലിയ ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ഇതേപോലത്തെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പോൾ തിരുവനന്തപുരം ചൈതന്യ ഫാമിലി ക്ലബ്ബുകാർ വന്ന് 37 പേരിനായിരുന്നു. അവർ ലുംബിനി, പൊക്രയും, കാഠ്മണ്ഡു, ചിത്വാനും എല്ലാം സഞ്ചരിച്ച് ഈ വാഹനത്തിലാട്ടോ. AC ആണ്. അപ്പോൾ ഇത് ഈ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ അവർ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ചെറിയ വീഡിയോ എടുത്താട്ടോ. അപ്പം മിക്കവരും ചോദിക്കാറുണ്ട് ഗ്രൂപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണത്. ഇത് കണ്ടോ, ഇതാട്ടോ നമ്മുടെ ഒരു നേപ്പാളിലെ വലിയ വണ്ടി. AC ആണ്. ഞാൻ ഉള്ളു കാണിച്ചു തരാവേ. വെച്ചിട്ടേ ഇതാട്ടോ വണ്ടിയുടെ ഉൾവശം. AC ആണ്. വോൾവോ ആട്ടോ. ഇപ്പോൾ ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ഇതേപോലെ നമുക്കൊരു വണ്ടി ഹയർ ചെയ്യുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. അപ്പം നമ്മൾ വില്ലേജിൽ വന്നു കഴിഞ്ഞപ്പോൾ വില്ലേജിൽ പോകാൻ വേണ്ടിയിട്ട് ചിത്വാ നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ രാവിലെ എടുത്ത വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഒക്ടോബറിൽ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അവർ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന KSEB റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഈ വണ്ടി തന്നെയാട്ടോ ചെയ്തേക്കണത്. അപ്പോൾ ഇനി ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതേപോലെ വണ്ടി ഞാൻ വഴി ചെയ്തില്ലെങ്കിലും, ഞാൻ ബുക്ക് ചെയ്ത് തന്നില്ലെങ്കിലും നിങ്ങളൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു വണ്ടി നേരിട്ട് ചെയ്യുന്നതായിരിക്കട്ടെ എപ്പോഴും നേപ്പാളിലെ സൗകര്യം. വാടകയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മളത് ബാർഗെയിൻ ചെയ്ത് നമ്മൾ പോകേണ്ട സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വാടക ഫിക്സ് ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാക്കേജ് കൊടുക്കും, അവരത് മാത്രം ചെയ്യും. അപ്പോൾ നമ്മൾ പോകാൻ പറ്റാത്ത, പ്രത്യേകിച്ച് നേപ്പാൾ വില്ലേജൊക്കെ പോകണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൺഫേം ചെയ്യണം. കാരണം വില്ലേജിലൊന്നും ഒരു ടൂർ പാക്കേജിലും പെട്ടെന്ന് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ വണ്ടിക്കാരോട് നേരിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യണേ. നല്ല വണ്ടിയാട്ടോ.